സായാഹ്നങ്ങൾ മനോഹരമാക്കുവാൻ കുമരം നാലുപങ്കിൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. അസ്തമയ സൂര്യന്റെ മനോഹാരിത അടുത്തറിയാൻ നാലുപങ്കിലേക്ക് വില്ലേജാണ് നവീകരിക്കുന്നത്. മന്ത്രി വി.എൻ. വാസവൻ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുമരകം നാലുപങ്കിലെത്തിയാൽ അസ്തമയ സൂര്യനെ ആകാശത്തും ഓളപ്പരപ്പിലും ഒരുപോലെ കാണാം. ഈ കാഴ്ച സഞ്ചാരികൾക്ക് അടുത്തു കാണാനാണ് ടൂറിസം വകുപ്പ് നാലുപങ്ക് ബോട്ട് ടെർമിനൽ പണി കഴിച്ചത്. പിന്നീട് ഇത് പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു. സ്വകാര്യ പങ്കാളിത്ത സഹായത്തോടെ പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുവാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. നടത്തിപ്പ് സ്വകാര്യ സംരംഭകന് കൈമാറിക്കഴിഞ്ഞു. ആക്ടിവിറ്റീസ് പറയുന്നത് ബോട്ടിങ്, കയാക്കിങ് അങ്ങനെയുള്ള വാട്ടർ സ്പോർട്സുകളുണ്ട്. പിന്നെ ഹൗസ് ബോട്ടിലും ഷിക്കാരയിലും നമ്മൾ പാക്കേജ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുന്ന് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾ ഐലൻഡിൽ പോവുക. ഐലൻഡിൽ ഇറങ്ങിയിട്ട് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നമ്മൾ ഇവിടെ വലിയമട വാട്ടർ പാർക്കുണ്ട്. വലിയമട വാട്ടർ പാർക്കിൽ ഡിന്നറും കഴിച്ചിട്ട് വലിയമട വാട്ടർ പാർക്കിൽ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, റൈഡുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഡിന്നറും കഴിച്ചിട്ട് ഒരു ബഡ്ജറ്റ് രീതിയിൽ പോകാനുള്ളൊരു രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്യൂ പോയിന്റ്, നടപ്പാതകൾ, കഫ്റ്റീരിയ ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിട്ടുണ്ട്. നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. സ്വദേശികളും വിദേശികളുമായി വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രാമാന്തരീക്ഷത്തിൽ കൂടുതൽ അവരുടെ വരവിന് ആകർഷകമാകുന്ന രൂപത്തിലേക്കാണ് നാലുപങ്ക് ഈ ബോട്ട് ടെർമിനൽ ഇപ്പോൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അലങ്കാരങ്ങളാൽ മനോഹാരിത പേർന്ന് നിൽക്കുന്ന ഈ പ്രദേശം നാളുകളിൽ ടൂറിസ്റ്റുകൾക്ക് വരാനും ഒപ്പം ഈ നാട്ടും പ്രദേശത്തെ നമ്മുടെ സാധാരണക്കാർക്കും ഈ കായലിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും സായാഹ്നങ്ങൾ തങ്ങൾക്ക് ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് സൗഹൃദം പങ്കിടാനും എല്ലാമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന രൂപത്തിലേക്കാണ് ശ്രീ രാജേഷ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.